ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഡയബറ്റിക്കിനെ പറ്റിയിട്ട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കിന് നിങ്ങൾക്ക് എന്തെല്ലാം ഫുഡ്സ് കഴിക്കാം, അതായത് മെയിൻ ആയിട്ട് 4 ഫുഡ്സ് നമ്മളോട് കഴിക്കണ്ട എന്ന് പറയാറുള്ള ഫുഡ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ആ 4 ഫുഡ്സ് ഏതൊക്കെയാണ്, അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലേ, എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ നമ്മളോട് പറയപ്പോഴും കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാവുമെന്നൊക്കെ. പക്ഷെ അത് വിചാരിച്ച് ഷുഗർ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊട്ടാറ്റോ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് പൊട്ടാറ്റോ കഴിക്കാം. ഒരു മോഡറേറ്റ് ലെവലിൽ എപ്പോഴും നിങ്ങൾ പൊട്ടാറ്റോ കഴിക്കാം വിത്ത് മറ്റുള്ള വെജിറ്റബിൾസ്, അതായത് ഫൈബർ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസിന്റെ കൂടെ നിങ്ങൾക്ക് പൊട്ടാറ്റോ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിന് കൂട്ടില്ല മാത്രമല്ല നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ സ്റ്റെബിലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് നിങ്ങളുടെ നട്ട്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റ്സ് ആണ്, പ്രോട്ടീൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പോൾ നട്ട്സ് നമുക്ക് കഴിക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട് ഫാറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഷുഗർ കൂടും എന്നല്ല. അങ്ങനെയില്ല, നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. അത് ഇതുപോലെ തന്നെ സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മെയിൻ മീൽസിന്റെ കൂടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലോ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് നമ്മളോട് എല്ലാവരും പറയല്ലേ, കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത്, ഷുഗർ കൂടുതലാവുന്നത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പാസ്ത തന്നെ എടുക്കാം. നമ്മൾ പുറത്തെല്ലാം പോയി കഴിക്കുമ്പോൾ പാസ്ത പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഷുഗർ ഉള്ളതുകൊണ്ട് പാസ്ത കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം ഇനി വേണ്ട, അത് മാറ്റി വെച്ചോളൂ. നിങ്ങൾക്ക് വോൾ വീറ്റ് പാസ്ത പ്രിഫർ ചെയ്യാം. അതും വിത്ത് മോർ വെജിറ്റബിൾസ് ആണെങ്കിൽ ഒരുപാട് നല്ലത്. വെജീസ് കൂടുതലാവുമ്പോൾ അതിൽ ഫൈബർ അടങ്ങിയിട്ടിരിക്കും, മറ്റുള്ള പ്രോട്ടീൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4th പോയിന്റ് ബനാന എന്ന് പറയുമ്പോൾ സ്വീറ്റ് ആണ്, കാലറീസ് കൂടുതലാണ്. അപ്പൊ ബനാന എടുക്കുന്നത് പറയും അതിലൊരു വസ്തുതയുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഓവർ റൈപ്പൻഡ് ബനാന നമ്മുടെ ഷുഗർ കൂട്ടും. പക്ഷേ മോഡറേറ്റ്ലി റൈപ്പൻഡ് ആയിട്ടുള്ള ബനാന നിങ്ങൾക്ക് ഷുഗർ ലെവൽ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബനാനന് നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സിന്റെ കൂടെയും പ്രോട്ടീന്റെ കൂടെയും പെയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.